ഓപ്പോയുടെ ഓപ്പോ A3X 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഒരു 5G വെർഷൻ മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 4G വെർഷനാണ്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ A3X 4G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 6.6 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ വന്നേക്കാം. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. HD റെസൊല്യൂഷനെ ഈ ഫോണിൽ വരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 1000 നിറ്റ്സ് ആയിരിക്കും. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാൻ പറ്റില്ല. 10,000 രൂപയ്ക്ക് താഴെയാണ് വില എന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയാം. പക്ഷെ അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരിക 186 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.68 mm ആയിരിക്കും. പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6s Gen 1 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ശരിക്കും 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സറൊക്കെയാണ്. മിക്കവാറും ആ ഒരു 5G എടുത്ത് ഒഴിവാക്കിയിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക. 4G സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. 5G വെർഷനിൽ MediaTek Dimensity 6300 എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ട് ഉണ്ടാവണം എന്നില്ല. മാക്സിമം 4G സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. പിന്നെ LPDDR4Xന്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പ് ഇതിൽ വരുള്ളൂ. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ ചിലപ്പം ഇതിൽ സിംഗിൾ സ്പീക്കർ ആയിരിക്കും വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ 8 MP ഒരു ക്യാമറ സെൻസർ വന്നേക്കാം. പിന്നെ ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5100 mAh ബാറ്ററി വരുന്നതായിരിക്കും. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡ് ഇതിൽ വരുന്നതായിരിക്കും. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വന്നേക്കാം. അപ്പം ഇതേ ഒരു ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് 5G വെർഷനിലും വന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വീഡിയോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും 5G വെർഷൻ 12,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു വെർഷൻ അതിലും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഓഫ്ലൈൻ ഫോണാണ് എന്നൊക്കെ പറയാവുന്നതാണ്. നല്ലൊരു ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ പ്രോസസ്സറും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. എന്തായാലും ഓപ്പോയുടെ ഓപ്പോ A3X 4G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.